ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. എന്റെ പേര് അനൂപി ഷാജു. ഞാൻ അങ്കമാലിയിലാണ് താമസിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് 14 വർഷമായിട്ട് ശ്വാസമുട്ട് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. ഒരു വലിയ രോഗം, ഒരു ശ്വാസമുട്ടല് കുട്ടിയെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് എല്ലാ കുട്ടികളും എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന പോലെ എനിക്ക് അങ്ങനെ സ്കൂളിൽ പോകാൻ സാധിച്ചിരുന്നില്ല. എല്ലാ കുട്ടികളും എല്ലാ ദിവസവും മുടങ്ങാതെ പോകുമ്പോൾ ഈ കുട്ടി വിഷമിക്കുകയാണ്. ദൈവമേ നോക്ക്, അവർക്കൊക്കെ നല്ല ആരോഗ്യം, ഞാൻ മാത്രം ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. കുട്ടിക്ക് സങ്കടം. ഒരുപാട് മരുന്നും ആശുപത്രികളിലൊന്നും പോയിട്ട് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പല ആശുപത്രികളിലും പോയി കയറി ഇറങ്ങി, എന്നിട്ട് രോഗം മാറുന്നില്ല. അങ്ങനെ ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ അട്ടപ്പാടി സഹിവാൻ ധ്യാന കേന്ദ്രത്തിൽ ആദ്യ വെള്ളിയാഴ്ച ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ ശാലോം ടിവിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക, നിന്റെ ശ്വാസമുട്ട് ഈശോ എന്തായാലും സൗഖ്യപ്പെടുത്തി തരുമെന്ന്. ഒരാളുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ആത്മാവ് പ്രവേശിച്ചപ്പോൾ ആ വിശ്വാസത്തിന്റെ കൃപയുടെ ശുശ്രൂഷ അടുത്തുള്ള ആളുകളോട് പറഞ്ഞു കേൾപ്പിച്ച്, അപ്പോൾ ഈ കുട്ടിയിലേക്ക് വിശ്വാസത്തിന്റെ അഭിഷേകം പകർന്ന് അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തു, അത് കേട്ട് അതനുസരിച്ച് ഷാലോം ചാനലിൽ ഈ അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാം കണ്ടു. അങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് 1 വർഷം അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചു. ഈശോയോട് ഞാൻ പറഞ്ഞു, എന്റെ ശ്വാസം മുട്ട് നിനക്ക് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി തരാൻ കഴിയുമെന്ന്. ഈശോയെ, അങ്ങേക്ക് എന്റെ ശ്വാസമുട്ടൽ മാറ്റി തരാൻ കഴിയും, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എന്നങ്ങോട്ട് പറഞ്ഞു. വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായ പോരാ, വാ തുറന്ന് പറയണം. എന്റെ ശ്വാസം മുട്ട് സൗഖ്യപ്പെടുത്തി തന്നാൽ ഞാൻ അഭിഷേകാഗ്നിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും പറഞ്ഞു പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി എനിക്കിപ്പോ 1 വർഷമായിട്ട് ശ്വാസം മുട്ട് ഉണ്ടായിട്ടില്ല. 1 വർഷമായിട്ട് അതങ്ങോട്ട് വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ. ഇത് എത്ര ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം തൊട്ടുള്ളതാണല്ലേ കുട്ടി? ചെറുപ്പം തൊട്ടുള്ളതല്ലേ? ചെറുപ്പം തൊട്ടുള്ളതാണ് ഈ സ്വാദാണ് മാറിപ്പോയത്. എത്രയോ വർഷങ്ങൾ ഈ കുട്ടി കണ്ണുനീര് കുടിച്ച് ഈ കുട്ടിയുടെ ഈ രോഗോർത്ത് മാതാപിതാക്കൾ എത്രയോ ചികിത്സാ വിധികൾക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കെ പറഞ്ഞു. അവസാനം യേശുവേ എന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ ആ വചനം കേട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് കർത്താവ് ആ രോഗം അത്ഭുതകരമായി അങ്ങോട്ട് സുഖപ്പെടുത്തി. ഇപ്പൊ എനിക്ക് 1.5 വർഷമായിട്ട് ആശുപത്രിയിൽ പോവുകയോ മരുന്ന് കഴിക്കേണ്ട ഒന്നായി വന്നിട്ടില്ല. ആശുപത്രി എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ട വിഷയം പോലും ഉണ്ടായിട്ടില്ല. അതേപോലെ ആരോഗ്യം അങ്ങോട്ട് കൊടുത്ത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വലിയ കരുണയുടെ ഇടപെടലുകൾ, യേശു കാരുണ്യത്തോടെ രോഗികളെ അത്ഭുതകരമായി സുഖപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങളെന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചന ശുശ്രൂഷകൾ വെറും ഒരാശയ പകർന്നു തരുന്ന ഒരു ശുശ്രൂഷ മാത്രമല്ല. ഇവിടെ യേശു പ്രവർത്തിക്കുന്നു, ഇവിടെ യേശു സ്പർശിക്കുന്നു, ഇവിടെ യേശു സൗഖ്യങ്ങൾ നൽകുന്നു. യേശു സന്നിഹിതമായിരിക്കുന്ന ഒരു പ്രത്യേക സമയമാണിത്. എല്ലാ മക്കളും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. കുട്ടികളെ, അഭിഷേകാഗ്നിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കുട്ടികളെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതല്ലേ? നല്ല വിധത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത്ഭുതമുണ്ട്. അനൂപിയുടെ ജീവിതത്തിൽ, ഈ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഈശോ ആ കുട്ടിയുടെ പ്രാർത്ഥന കേട്ട് ഇടപെട്ടത് ഓർമ്മിക്കുന്നില്ലേ? ഇതേപോലൊരു സംഭവം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതത്തിലുണ്ട്. ഒരു ശതാധിപൻ യേശുവിന്റെ അടുത്ത് ചെല്ലുകയാണ്. രോഗം സുഖപ്പെടുത്തുന്ന വിശ്വാസം യേശുവിന് മുമ്പിൽ ശതാധിപൻ പറഞ്ഞു. ഉടനെ യേശു ശതാധിപനോട് പറയുകയാണ്, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കും. ആ സമയം ഭൃത്യൻ ഭവനത്തിൽ സുഖം പ്രാപിച്ചു. ഉറക്കെ പറയാ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരുടെയെങ്കിലും വിശ്വാസം മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, രോഗത്തിന്റെ കഠിനമായ ആധിക്യ നിമിത്തം അല്ലെങ്കിൽ പലതവണ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ വിശ്വാസം മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്, വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോട് അനുഗ്രഹം പ്രാപിക്കുന്നു. അബ്രാഹത്തിന്റെ സ്ഥിതി എന്താ? അബ്രാഹത്തോട് പറഞ്ഞു, നിനക്ക് കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും മക്കളുണ്ടാവും. വയസ്സ് 100 സാറയ്ക്ക് വയസ്സ്, രണ്ടുപേരും വാർദ്ധക്യം വന്നു. ശരീരത്തിന് ശക്തി കുറഞ്ഞുവെന്നും സാറയുടെ ഉദരം വന്ധ്യമാണെന്നും അബ്രാഹം അറിഞ്ഞു. എന്നിട്ടും ആ വിശ്വാസം അവർ നഷ്ടപ്പെടുത്തിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ 1 തവണയോ 2 തവണയോ 1 വർഷമോ 2 വർഷമോ 5 വർഷമൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യം നടന്നില്ലെങ്കിൽ മനസ്സ് തളരരുത്. വിശ്വാസമുള്ളവർ
വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 23-24 തിരുലിഖിതങ്ങൾ. അവിടെ ഒരു കുട്ടിയെ സുഖപ്പെടുത്താൻ വേണ്ടി കുട്ടിയുടെ പിതാവ് കുട്ടിയുമായി സ്ലീഹന്മാരുടെ അടുത്തേക്ക് വന്നു. എന്നാൽ അവർക്ക് സുഖപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ യേശുവിന്റെ അടുത്തേക്ക് വന്നു. യേശുവിനോട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ കുട്ടിയെ ഒന്ന് സുഖപ്പെടുത്തി തരണം. ഉടനെ യേശു സംസാരിക്കുന്ന ഭാഗമാണ് 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ. കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും കഴിയും. ഉടനെ കുട്ടിയുടെ പിതാവ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ സമൂഹത്തിലെ ദൈവമക്കള് ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവത്തെ കാണാൻ തക്കവണ്ണം വിശ്വാസത്തിന് വേണ്ടി ചോദിക്കുക മക്കളെ. ദൈവത്തിന്റെ ശക്തി വന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തക്കവണ്ണമുള്ള ജീവനുള്ള ഒരു വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിശ്വാസം ദൈവത്തിന്റെ ഒരു ദാനമാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുലിഖിതം. യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? മകനെ, മകളെ, കുട്ടി, യുവാവേ, യുവതി, നീ ദൈവമഹത്വം ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ വിശ്വാസം എന്ന കൃപ നിനക്ക് വേണം. നീ അതിനുവേണ്ടി ദൈവത്തോട് ചോദിക്കണം. യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? രണ്ട് കരങ്ങളും നന്നായി സ്വർഗത്തിലേക്ക് ഉയർത്താം. ഓ, വിശ്വാസക്കൃപ ഉണരട്ടെ, അത്ഭുത ശക്തി നിറയട്ടെ. ഇന്ന് അത്ഭുതങ്ങൾ നടക്കണം. ഇന്ന് ദൈവത്തിന് അനുഭവം ഉണ്ടാകണം. ദൈവത്തിന്റെ സ്പർശനം എനിക്ക് വേണം. എനിക്ക് വെറുതെ ഇരുന്നാൽ പോരാ, എനിക്കിങ്ങനെ പോയാൽ പോരാ. ഒരു പടി കൂടി ഉയരണം. ആത്മീയമായി ദൈവത്തിന്റെ ഒരു അനുഭവം കൊണ്ട് നിറയണം. കൈകൾ ഉയരട്ടെ, ഉറക്കെ സ്തുതിക്കുന്നു. ഓ രാജാവേ, ഓ അത്ഭുത ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, സ്പർശിക്കണമേ. അടഞ്ഞുപോയ ഹൃദയങ്ങളെ തുറക്കണമേ. അടഞ്ഞുപോയ ഹൃദയങ്ങളെ തുറക്കണമേ. അടഞ്ഞുപോയ ഹൃദയങ്ങളെ തുറക്കണമേ. അന്ധത ബാധിച്ച ആത്മാക്കളെ ഉണർത്തണമേ. മരവിപ്പിനെ ശാസിക്കണമേ. സകല മരച്ച അവസ്ഥകളും ഇപ്പോൾ മാറിപ്പോകട്ടെ. ഹല 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 ഹല. യേശുവേ, 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 യേശുവേ. എല്ലാ കുടുംബങ്ങളും ചങ്ങലകൾ ചിഹ്നമാകട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഓരോ മകനെയും ഓരോ മകളെയും ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. മരവിച്ച ഹൃദയങ്ങളെ ഉണർത്തണമേ കർത്താവേ. ഓരോ ജീവിതങ്ങൾക്കും പുതുജീവൻ നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓരോ കുട്ടികളെ അനുഗ്രഹിക്കുന്നു, ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗികളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു കർത്താവേ. വിവിധ രോഗങ്ങളുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. വിവിധ വേദനയിരിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. കണ്ണുനീര് ഒഴുക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങളെ ഇപ്പോൾ തുടരണമേ കർത്താവേ. ഇപ്പോൾ തുടരണമേ കർത്താവേ. യേശുവേ, 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 ഈ രോഗികളെ സ്പർശിക്കണമേ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യേശു ക്ലേശിതർക്ക് ആശ്രയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 28-ാം തിരുലിഖിതത്തിന്റെ അവസാന ഭാഗം. നിങ്ങൾ എല്ലാവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ വളരെ ഉന്നതമായ ഒരു വാഗ്ദാനമാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എത്ര പഠിച്ചിട്ടും ഒരു ബുദ്ധിയിൽ കയറാത്തൊരു സ്ഥിതിയാകട്ടെ, എത്രമാത്രം അധ്വാനിച്ചിട്ടും ഒരു മേൽഗതി കിട്ടാത്തൊരവസ്ഥയാകട്ടെ, എന്നും കടബാധ്യത പെരുകി വരുന്ന സ്ഥിതിയാകട്ടെ, എന്നും കുടുംബകലഹമുള്ളൊരു അവസ്ഥയിലൂടെ നീങ്ങുന്നൊരു ദൈവപൈതലാകട്ടെ, യേശു പറയുകയാണ്, നിന്റെ ആ ഭാരവുമായി നീ എൻ്റെ അരികിലേക്ക് വരിക. ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്റെ ഭാരത്തെ അറിയുന്നു, ഞാൻ നിന്റെ കണ്ണുനീർ അറിയുന്നു. എനിക്ക് നിന്നെ
ആശ്വസിപ്പിക്കാൻ കഴിയും. യേശു പറയാണ്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ജീവിതത്തിൽ നിരാശയിലാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിന് ഭാരങ്ങളുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിന് അവരവരുടെ ദുഃഖങ്ങളുണ്ട്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ അത് നിയന്ത്രണാതീതമായി ഉയർന്ന് അവരുടെ ജീവിതത്തിൽ അവർക്ക് തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നിരാശയിലും കടുത്ത അന്ധകാരത്തിലുമാണ്. ആ അന്ധകാരത്തിന് നടുവിൽ ചിലർ ചിന്തിക്കുകയാണ്, ഒരു ആത്മഹത്യ ഇതാണ് എനിക്കുള്ള പോംവഴി. പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെ ഒരു ദൈവ പൈതലിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും എനിക്ക് ഇടവന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ഒരു നന്നായി പഠിച്ചൊരു വ്യക്തിയാണ്. പഠിപ്പെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മാരക രോഗം പിടിപെട്ട് ശരീരത്തിലെ രക്തമെല്ലാം വെള്ളമായി മാറുന്നൊരു രോഗം. ആ രോഗത്തിന് അടിമയായി ഒരുപാട് സ്ഥലത്തുകൊണ്ട് പല മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചികിത്സിച്ചു. കേരളത്തിൽ ഒരുപാട് ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് പോയി, പച്ചമരുന്ന്, ആയുർവേദം, അങ്ങനെ അലോപ്പതി ട്രീറ്റ്മെൻറ്റുകൾ പല മെഡിക്കൽ കോളേജുകളിലും. എന്നാൽ ഫലമുണ്ടായില്ല. ചികിത്സ ചെയ്ത് പണമെല്ലാം പോയി, രോഗം മാറില്ലെന്ന് ഉറപ്പായി. പ്രിയപ്പെട്ട രക്തം വെള്ളമായി പോയി. ആ സമയത്ത് ഇതാ ശരീരത്തിൽ വേറെ ചില രോഗങ്ങൾ പിടികൂടി. ശരീരം മുഴുവൻ വ്രണമാകാൻ തുടങ്ങി. ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ പഴുത്ത് അടർന്ന് പോയി. അസ്ഥികൾ കാണുന്ന വിധം ഇതാ ശരീരത്തിൽ അവിടെ എവിടെയായി മാംസമെല്ലാം അടർന്നു പോയി. ശരീരം മുഴുവൻ പഴുക്കുന്ന ഒരു രോഗവും പിടികൂടി. ഈ സമയത്ത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. അപ്പനും അമ്മയും അത് നേരത്തെ തന്നെ മരിച്ചുപോയി. ഒരു കുഞ്ഞും ഈ ഒരു സ്ത്രീയും തന്നെ. അതിൻ്റെ ഒരു വേദനയുടെ നടുവിൽ പ്രിയപ്പെട്ട സഹോദരൻ ഒരുപാട് മന്ത്രവാദങ്ങൾക്കും കൂടോത്രങ്ങൾക്കും പോയി. അവിടെ ഈ രക്ഷയില്ല. അങ്ങനെ ജീവിതം നിരാശ പൂണ്ടിരിക്കുമ്പോൾ ആകെയുള്ള ഒരാശ്രയം ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി മാത്രമാണ്. സഹോദരിക്ക് സഹോദരി കുടുംബമുണ്ട്. ആ കുടുംബം കൂടാതെ ഈ അനുജത്തിയെ നോക്കണം. ഇങ്ങനെയാണ്. ബാക്കി എല്ലാവരും ഉപേക്ഷിച്ചു പോയി. ജീവിതത്തിൽ ആരുമില്ല. രോഗം ഡോക്ടർമാർക്ക് സുഖപ്പെടുത്താൻ പറ്റുന്നില്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ചു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു തറയിൽ അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലമൂത്ര വിസർജനമൊക്കെ കിടക്കുന്ന സ്ഥലത്ത് തന്നെ ചെയ്യേണ്ട സ്ഥിതിയാണ്. അല്ലാതെ എഴുന്നേൽക്കാനോ നടക്കാനോ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ തളർന്ന് കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-2.5 വർഷം അങ്ങനെ നരകിച്ചപ്പോൾ ഈ സഹോദരിയുടെ മനസ്സിൽ നിന്ന് ഈ സഹോദരി പറയുകയാണ്, ഒരു കത്തി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എത്രയും വേഗം മരിക്കാമായിരുന്നു. എനിക്ക് മരിക്കാൻ ഒരു കത്തി പോലും ഇവിടെ അടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണുനീരൊഴുക്കുന്ന ഒരു സഹോദരി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗത്തിൻ്റെയും ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളുടെയും നടുവിൽ നരകിച്ച് ആ വേദനയുടെ നടുവിൽ ആ സഹോദരി ചിന്തിക്കുകയാണ്, ഒരു കത്തി കിട്ടിയിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും എന്നെ കൊന്നിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ വെച്ചോ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും എന്നെ കൊന്നിരുന്നെങ്കിൽ അതായിരിക്കും അവർക്ക് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് സഹോദരി പറയുക, ചിന്തിക്കുക. ദൈവ പൈതലേ, ഒരു പക്ഷേ ഇതുപോലുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നീ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ഇന്നിന്റെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു, ഇനി രക്ഷയില്ല, ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. കർത്താവ് യേശു പറയാണ്, ഇല്ല സഹോദരങ്ങളെ, കർത്താവ് യേശു പറയാണ്, ഇല്ല മക്കളെ, നിങ്ങൾ എൻ്റെ അരികിൽ വരിക, എനിക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റും. സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്രകാരം ഉദ്ഘോഷിക്കുന്നുണ്ട്, രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിൽ രാത്രി പോലെയുള്ള ചില അനുഭവങ്ങളിലൂടെ ഓരോരുത്തരും കടന്നു പോകേണ്ടതുണ്ട്. നമ്മൾ മനസ്സ് അംഗീകരിച്ചില്ലെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. കുട്ടികളും യുവതിവാക്കന്മാരും മുതിർന്നവരും ജീവിതത്തിൽ ഇരുട്ടിലൂടെ, രാത്രിയിൽ എന്നതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ നാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, രാത്രിയിൽ വിലാപം ഉണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയെ ആസ്പദമാക്കിയാണ് ഈശോ പ്രബോധനം നൽകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള തിരുലിഖിതങ്ങൾ യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഈ കാര്യങ്ങൾ
ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇതായിരുന്നു അങ്ങയുടെ തിരുവുള്ളം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വേറെ വാക്കി പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമാന്മാർക്കും വലിയ പണ്ഡിതന്മാർക്കും ഒരു കുറവില്ലാതെ എല്ലാത്തിന്റെ നിറവിലിരിക്കുന്നവർക്കും സാധിക്കണമെന്ന് നിർബന്ധമില്ല. യേശു പറയാണ്, ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ എൻ്റെ പിതാവേ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇതായിരുന്നു അങ്ങയുടെ തിരുവുള്ളം. ശിശുക്കളെ പോലെയുള്ള, ശിശുവിൻ്റേതുപോലെയുള്ള ഹൃദയമുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് തുടർന്ന് പറയാൻ പോകുന്നത്. ഇനി 28ാമത്തെ വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ലോകത്തിനൊരു ചിന്തയുണ്ട്, എന്താണ്? താൻ പാതി ദൈവം പാതി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വലിയൊരു കടബാധ്യത, വലിയൊരു രോഗം, വലിയൊരു കുടുംബ പ്രശ്നം, അത് പരിഹരിക്കാൻ വേണ്ടി അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ ദൈവത്തിന്റെ അരികിലേക്ക്, യേശുവിന്റെ അരികിലേക്ക് വരാൻ ഇന്ന് പലർക്കും കഴിയുന്നില്ല. ഇന്ന് പലരും നിരാശപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ഈ രോഗം ഇത്ര സ്ഥലത്ത് ചികിത്സിച്ച് മാറുമോ? ഇത് മെഡിക്കൽ സയൻസ് അനുസരിച്ച് ചികിത്സയില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. കല്യാണം കഴിച്ച് 25 വർഷം കുട്ടികളില്ല, ഇനി കുട്ടികൾ ഉണ്ടാകുമോ? ഇത്രയും കാലം ഞാൻ തലകുത്തി പറഞ്ഞു, എൻ്റെ കടബാധ്യത മാറിയില്ല, ഇനി ഈ കടബാധ്യത മാറുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നവർ പരിഭ്രാന്തരാകുമെന്ന് തന്നെ തിരുലിഖിതം പഠിപ്പിച്ചിരിക്കുകയാണ്. നിന്റെ ഹൃദയം നീ ശിശുതുല്യ എളിമപ്പെടുത്തിയാൽ നിനക്ക് ദൈവത്തിന്റെ രക്ഷ ലളിതമായി അനുഭവിക്കാൻ പറ്റും സഹോദരങ്ങളെ. അതിനുള്ള വഴി ഈശോ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ക്ലേശം സഹിച്ചും ദുരിതം സഹിച്ചും ഭാരം വഹിച്ചും തളർന്നവരാണോ? ഭാരം വഹിക്കുന്നവരെ, ക്ലേശം സഹിക്കുന്നവരെ, ദുരിതത്തിലിരിക്കുന്നവരെ, രോഗത്തിലിരിക്കുന്നവരെ, എൻ്റെ അരികിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു പറഞ്ഞു. ഈ ഒരു വചനം യേശുവിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് യാഥാർത്ഥ്യമായത് എന്ന് നാം ദൈവവചനത്തിലൂടെ നോക്കുകയാണ്. ആദ്യമായി നാം പോകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 16-ഉം 17-ഉം തിരുലിഖിതങ്ങളിലാണ്. യേശു പത്രോസിന്റെ അമ്മായി അമ്മയുടെ ഭവനത്തിലേക്ക് ചെന്നിരിക്കുന്ന രംഗമാണത്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിശു സഹജമായ വിശ്വാസം ഉണ്ടായിരുന്നവർ എന്ത് ചെയ്തു? യേശു വന്നു എന്ന് കേട്ടപ്പോൾ എല്ലാ രോഗികളെയും, പിശാച് ബാധക്കാരെയും, ഭാരമുള്ളവരെയും, ദുഃഖമുള്ളവരെയും, കണ്ണുനീരുള്ളവരെയും, ആർക്കും ഒന്നും ഇടപെടാൻ പറ്റാത്ത സകലരെയും അവിടുന്ന് ഒരുമിച്ച് കൂട്ടി യേശു ഉണ്ട് എന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. യേശു എല്ലാവരെയും സുഖപ്പെടുത്തി വിടുക. വാ മക്കളെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് സുഖപ്പെടുത്തുക. യേശുവിന്റെ മനസ്സ് എല്ലാവരെയും സ്വീകരിക്കുന്ന മനസ്സാണ്. യേശുവിന്റെ മനസ്സ് ഒരു രോഗിയെ എല്ലാവരെയും സുഖപ്പെടുത്തുന്ന ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, എല്ലാവർക്കും ധാരാളം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 32 മുതൽ 34 വരെ വാക്യങ്ങളിൽ മറ്റൊരു രംഗം നാം കാണുന്നുണ്ട്. അവിടെയും ഇതേപോലെ ജനങ്ങൾ ആവേശത്തോടെ യേശുവിന്റെ അരികിൽ വരികയാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. 1-ാം അധ്യായം 32 മുതൽ 34 വരെ വാക്യങ്ങൾ. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുകളെ പുറത്താക്കി. പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അനുവദിച്ചിരുന്നില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ശിശു സഹജമായ ഹൃദയം ഉണ്ടായിരുന്നു. ചെയ്തു യേശുവിനെ കുറിച്ച് കേൾക്കുന്ന മാത്രമേ, യേശുവിന്റെ അടുത്ത് പോയാൽ എനിക്ക് രക്ഷയുണ്ട്, യേശുവിന്റെ അടുത്ത് പോയാൽ യേശുവിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് നേരെ യേശുവിന്റെ അരികിലേക്ക് വരിക. ഇനി വീണ്ടും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറുസലം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും, ജോർദാന്റെ മറുകരയിൽ നിന്നും, ടയർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ട് അവന്റെ അടുത്തെത്തി.
ആൾ തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. ജനങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും അങ്ങോട്ട് ഓടിക്കൂടുക. അപ്പോഴെല്ലാം ഈശോ സുഖപ്പെടുത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നത്തെ പോലെ തന്നെയാണ് ഇന്നും യേശുവിന്റെ നാമത്തിൽ എവിടെയെങ്കിലും ഒരു ശുശ്രൂഷ, ഒരു കൺവെൻഷൻ, ഒരു വചന ശുശ്രൂഷ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇതേമാതിരി ശിശുതുല്യമായ വിശ്വാസത്തോടെ എൻ്റെ യേശു എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് യേശുവിന്റെ അരികിലേക്ക് വരുന്നവരെ യേശു ഇന്നും സുഖപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പേര് ലീലാമ്മ കുര്യൻ. അതിരമ്പുഴയാണ് സ്ഥലം. എൻ്റെ കാലിന് വെരിക്കോസ് വെയിനായിരുന്നു. 17 വർഷമായി. ഇത് പുറമെയുള്ള വെരിക്കോസ് വെയിനല്ല, അകത്താണ്, കാലിൻ്റെ ദശയ്ക്കകത്താണ്. 17 വർഷം ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ബാൻഡേജ് ചുറ്റിക്കൊണ്ട് നടക്കുക മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞു. പക്ഷേ ഈ ബാൻഡേജ് അഴിച്ചു കഴിയുമ്പോഴത്തേന് കാലിൻ്റെ പത്തിയും കണ്ണയും മുഴുവൻ ഭയങ്കര ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ ചെത്തിയ പോലെ ഇരിക്കും. കുറച്ച് രക്തവും കുറച്ച് വെള്ളവും കൂടെ വന്നു കഴിയുമ്പോൾ നിൽക്കും, പിന്നെ ആശ്വാസമായി. ഞാൻ ഈ ചൊറിച്ചിൽ കാരണം തിളപ്പിച്ച വെള്ളം തുണി ചുറ്റിയിട്ട് കാല് മൂടി കെട്ടിയിട്ട് അങ്ങ് ഒഴിക്കും. അന്നേരത്തേനാണ് കുറച്ച് അറിവ് കിട്ടുന്നത്. പക്ഷെ ഞാനിത് അന്നേരത്തേന് 2011 പാരീസ് ഭവനിൽ അഭിഷേക്നി കൺവെൻഷൻ വന്നു. ഞാൻ ഈ ബാൻഡേജ് ചുറ്റിക്കൊണ്ട് ശുശ്രൂഷ ചെയ്ത്, കർത്താവ് ഈശോയെ ഈ ബാൻഡേജ് എൻ്റെ കാലിൽ നിന്ന് അഴിച്ചു മാറ്റണം. കർത്താവ് ഈശോ ബാൻഡേജ് ആ കൺവെൻഷൻ കഴിഞ്ഞു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഈ ബാൻഡേജ് ചുറ്റാൻ അനുവദിച്ചില്ല. അത് തന്നെയുമല്ല, ചൊറിച്ചിലെന്ന് പറഞ്ഞ സാധനം ഇന്ന് വരെ കാലിൻ്റെ പത്തിയിലോ കണ്ണയിലോ ചൊറിയേണ്ടി വന്നിട്ടില്ല. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവായ യേശുവിന്റെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, യേശു ഹൃദയം തുറന്ന് വിളിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഒരുപക്ഷെ ഒരു തവണ പ്രാർത്ഥിച്ചു, 5 തവണ പ്രാർത്ഥിച്ചു, നടന്നില്ലെങ്കിലും ശരി, പ്രാർത്ഥിക്കണം. ഈശോയുടെ ആരംഭത്തിൽ അനൂപി എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു പറഞ്ഞില്ല, 1 വർഷത്തോളം പ്രാർത്ഥിച്ചു, അതങ്ങോട്ട് വിട്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവിടുത്തെ അത്ഭുതം നിങ്ങൾ കണ്ടിരിക്കും. വിശ്വാസത്തിന്റെ തുറവിയാണ് ഇവിടെ ദൈവവചനം ആവശ്യപ്പെടുന്നത്. എന്താണോ കണ്ണുനീര്, എവിടെയാണോ തകർച്ച, എന്താണോ ജീവിതത്തിന്റെ വേദന, അവിടേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണം. ഹൃദയം തുറക്കുക. മക്കളെ, അഹങ്കാരം പറയരുത്. മക്കളെ, ദൈവത്തോട് മല്ലടിക്കരുത്. പരിശുദ്ധാത്മാവിന് മുമ്പിൽ എളിമപ്പെടുക. കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ അത്ഭുത ശക്തിയേ, ഇപ്പോൾ ഈ കുടുംബങ്ങളിൽ വ്യാപരിക്കണമേ. ഓരോ കുടുംബങ്ങളുടെ മേൽ അത്ഭുതങ്ങളെ അവിടുന്ന് ചൊരിയണമേ. രോഗികളെ സ്പർശിക്കണമേ. ഇപ്പോൾ ഇടപെടണമേ. യേശുവേ, 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 യേശുവേ. ഓ രാജാവേ, കൃപയുടെ രാജാവേ, അത്ഭുതത്തിന്റെ രാജാവേ, സൗഖ്യത്തിന്റെ രാജാവേ, രക്ഷയുടെ കർത്താവേ, ആരാധന, ആരാധന. ഞങ്ങളെ ആശ്രയിക്കുന്ന കർത്താവേ, ലോകത്തിലേക്ക് വരണമേ, കടലിലേക്ക് വരണമേ. ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. തിന്മകളും അതിന്റെ ആധിപത്യങ്ങളും ഇപ്പോൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലങ്ങളായുള്ള തടസ്സങ്ങളും ബന്ധനങ്ങളും ഉപദ്രവങ്ങളും രോഗത്തിന്റെ ആധിപത്യങ്ങളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ആഴമോ വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ നിത്യനാം ദിവ്യകാരുണ്യമേ എന്നുള്ളിലേരെയും സ്നേഹമേ ആരാധന സ്തുതി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഓരോ ദൈവമക്കളും അവരവരുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും സമർപ്പിച്ച് രക്ഷാകരമായ നാമം ഒരുമിച്ച് വിളിക്കുക. യേശുവിന്റെ നാമത്തെ വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, സ്വരം ഉയർത്തി വിളിക്കുന്നു.